വളരെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാനിൽ ഒരു സെമിനാരിക്കാരുടെ ഒരു മീറ്റിംഗ്, സെമിനാരിക്കാരെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഡീക്കന്മാരുണ്ട്. തിരുപ്പട്ടത്തിന് തൊട്ട് മുമ്പുള്ള സമയമുള്ള ഡീക്കൻ മിനിസ്ട്രി. അങ്ങനെ കുറച്ച് ഡീക്കന്മാർ മാർപ്പാപ്പയോട് ഒത്തിരി അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ പാപ്പ ഒരു പ്രസംഗമൊക്കെ കഴിഞ്ഞ് ഇവരോട് ഡീക്കന്മാരോട് ചോദ്യങ്ങൾ ചോദിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അതിനകത്തൊരു ഡീക്കൻ പാപ്പയോട് ചോദിച്ചു, പാപ്പയുടെ പ്രെയർ ടൈമൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു. നമുക്കറിയാൻ താല്പര്യം ഉണ്ടാവുമല്ലോ അല്ലേ, മാർപ്പാപ്പയൊക്കെ എങ്ങനെ പ്രാർത്ഥിക്കുന്നത് അറിയാമെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കാമായിരുന്നൊക്കെ. അപ്പോൾ ഡീക്കന്മാർ ചോദിച്ചു, അതിൽ ഒരാൾ ചോദിച്ചു എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറഞ്ഞു, ഞാൻ സിറ്റ് ഫോർ അഡോറേഷൻ, ഞാൻ ഒത്തിരി സമയം ആരാധനയ്ക്ക് ഇരിക്കും, അതാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡീക്കൻ ചോദിച്ചു എത്ര സമയം ഇരിക്കും. പാപ്പ പറഞ്ഞു അങ്ങനെ സമയമല്ല, ഞാൻ ഇരിക്കും. പാപ്പയോട് ചോദിച്ചു അങ്ങനെ ഇരിക്കുന്നത് നല്ലതാണോ. പാപ്പ പറഞ്ഞു അതെ. ഡീക്കൻ ചോദിച്ചു അങ്ങനെ ഇരുന്നാൽ ബോറടിക്കത്തില്ലേ. ഇല്ലേ, ബോറടിക്കില്ലേ. ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ബോറടിക്കുന്നു. അപ്പോഴാണ് ഈശോയെ നോക്കിയിരിക്കുന്നത്. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമോ ദൈവമേ. പാപ്പ പറഞ്ഞു ബോറടിക്കും, ബോറടിക്കും. അപ്പം ഡീക്കന് കൗതുകം കൂടി. ബോറടിച്ചാനായും, ബോറടിച്ചാലും അവിടെ ഇരിക്കും. ആരുടെ മുമ്പിൽ ഇരിക്കുന്നേ? ഈശോയുടെ മുമ്പ്. ഈ ഡീക്കൻ അടുത്ത ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് മാർപ്പാപ്പ അങ്ങോട്ട് പറഞ്ഞു, ഞാൻ അവിടെ ഇരിക്കും. എൻ്റെ ആരോഗ്യ പ്രശ്നം കൊണ്ടും എൻ്റെ പ്രായം കൊണ്ടും ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ ഉറങ്ങിപ്പോവും. നിങ്ങൾക്കൊരാശ്വാസം വന്നില്ലേ? മാർപ്പാപ്പ ആരാധനയ്ക്കിരുന്ന് ഉറങ്ങി. എൻ്റെ ബാക്കിയും കൂടെ കേക്ക്. പാപ്പ പറഞ്ഞു ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോവും, എൻ്റെ പ്രായം കാരണം, എൻ്റെ രോഗമൊക്കെ കാരണം, ബുദ്ധിമുട്ട് കാരണമൊക്കെ ഉറങ്ങിപ്പോവും. ഡീക്കന്മാരെല്ലാം ഇങ്ങനെ കൗതുകത്തോടെ നോക്കിയിരിക്കുകയാണ്, എന്നാണ് മാർപ്പാപ്പ പറയാൻ പോണത്. മാർപ്പാപ്പ ആരാധനയുടെ മുമ്പിൽ ഇരുന്ന് ഉറങ്ങി. പാപ്പ അന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്, ഈ ജോൺ മരി വിയാനിയുടെ ഈ കോട്ട് എന്നെടുത്തോണ്ടാണ് പറഞ്ഞത്, ഞാൻ ഈശോയെ നോക്കിയിരിക്കും, ഈശോ എന്നെ നോക്കിയിരിക്കും, ഞാൻ അറിയാതെ ഉറങ്ങിപ്പോവും, അപ്പോഴും ഈശോ എന്നെ തന്നെ നോക്കിയിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സൗരങ്ങളെ, ചിലപ്പം നിങ്ങളിങ്ങനെ പോയിരുന്നിട്ട് നിങ്ങൾക്ക് ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും കേട്ടോ. ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റാത്ത സമയം, ബൈബിളൊന്ന് തുറക്കാൻ പോലും തോന്നുകയില്ലായിരിക്കും, ജപമാല ഒന്ന് കൈ പിടിക്കാൻ തോന്നുകയില്ലാത്ത സമയങ്ങൾ വരും. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള സകല പ്രാർത്ഥന പുസ്തകം എടുത്ത് കാട്ടിക്കളയാൻ തോന്നുന്നൊരു സമയം വരും. ഒന്നും പ്രാർത്ഥിക്കാൻ തോന്നാത്ത വിശുദ്ധർക്കൊക്കെ അത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വരും അല്ലേ. ആവിലായിൽ അമത്രേസയൊക്കെ പറയുന്നില്ലേ, ആത്മാവിൻ്റെ ഇരുണ്ട രാത്രി, ദ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ. പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. മദർ തെരേസയൊക്കെ വന്നിട്ടുണ്ട്, കൊച്ചു തെരേസയൊക്കെ വന്നിട്ടുണ്ട്, കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ വന്നിട്ടുണ്ട്. എല്ലാ ദൈവമക്കൾക്കും അത് വരാൻ സാധ്യതയുണ്ട്. ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റാത്ത സമയത്തും ആരാധനയ്ക്ക് പോയിരിക്കണം. നിങ്ങൾക്കൊന്നും അങ്ങോട്ട് പറയാനുണ്ടാവില്ല, ഈശോ പറയുന്നത് നിങ്ങൾക്കൊന്നും കേൾക്കാനും ഉണ്ടാവില്ല. നിങ്ങളുടെ ഹൃദയവും ചെവിയൊക്കെ അടഞ്ഞിരിക്കുകയായിരിക്കും. പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു മൂഡായിരിക്കില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ആയിരിക്കില്ല. യു ലുക്ക് അറ്റ് ഹിം, ഹി വിൽ ലുക്ക് അറ്റ് യു. നീ അവിടുത്തെ നോക്കുക, അവിടുന്ന് നിന്നെ നോക്കിയിരിക്കും. നീ കരഞ്ഞു പോവായിരിക്കും, നീ സങ്കടപ്പെട്ടു പോവായിരിക്കും, പ്രാർത്ഥിക്കാൻ ഒരു വാക്ക് പോലും കിട്ടാതെ ഇങ്ങനെ വെറുതെ ഇരിക്കുകയായിരിക്കും. അപ്പോഴും ഈശോ നിന്നെ തന്നെ നോക്കിയിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ.